ഇത്രയും മനോഹരമായിട്ട് വിവാഹം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അച്ഛൻ തന്നെ മുന്നിട്ട് കഴിഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത്. ഇത്രയും ആദ്യത്തെ അവസാനം വരെ കല്യാണം മുന്നിട്ട് അച്ഛൻ തന്നെ നടത്തി തന്നത്. എന്താ കാര്യത്തിൽ എൻ്റെ അച്ഛൻ മുന്നിട്ടുള്ളത് സ്വന്തം സഹോദരനെ പോലെയായിരുന്നു ഇതെടുക്കാമെന്ന്. അവരവിടെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതുപോലെ തന്നെ അച്ചായനെ ഒരുപാട് ആളുകൾ കുറ്റം പറയുന്നതാണ് അല്ലേ. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അച്ചായനെ മൊത്തം അവഹേളിക്കുന്നവരും അതുപോലെ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. കുറ്റം പറയുന്നതിൻ്റെ ഡബിൾ സപ്പോർട്ട് ചെയ്യുന്നതും കണ്ടു കേട്ടോ. അതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. എന്താണെന്ന് ചോദിച്ചത്, ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണ വീഡിയോ എന്ന് പറയുന്നത് അച്ചായൻ നടത്തിക്കൊടുത്ത കല്യാണ വീഡിയോ ആണത്. ആ ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഈ അച്ചായൻ ഇവരെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പറയാം. ഇവരുടെ വീട്, ഈ പെൺകുട്ടിയുടെ വീട് കണ്ടല്ലോ, വീടിൻ്റെ അവസ്ഥ കണ്ടല്ലോ, ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നതിന് വീടിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ആ വീടിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ പെൺകുട്ടി എന്താണ് വേറൊരു വീട് പണി തുടങ്ങി, പുതിയൊരു വീട് വെക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ അത് ഒന്നും എവിടെ എത്താൻ കഴിഞ്ഞില്ല, പാതി വഴിയിലായിരുന്നു. എന്തെന്ന് നോക്കിയിട്ടും ആ വീട് മുഴുമിക്കാൻ കഴിയാതിരുന്നപ്പോൾ അയൽപക്കത്തുള്ളൊരു ചേച്ചിയാണ് ഈ അച്ചായനെ വിളിക്കുന്നതും കോണ്ടാക്ട് ചെയ്യുന്നതും. അച്ചായൻ ഇവരുടെ അവസ്ഥ കണ്ട് അവിടെ വരുന്നതും അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ട് അവരെ സഹായിക്കുന്നതും. അതുപോലെ തന്നെ എന്ത് പ്രാരാബ്ദങ്ങൾ കൊണ്ടും ഈ പെൺകുട്ടിക്ക് കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ അച്ചായൻ മുന്നിട്ട് ഇറങ്ങിയിട്ടാണ് ആ പെൺകുട്ടിയുടെ കല്യാണവും നടത്തി കൊടുത്തത്. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അച്ചായനെ കുറ്റം പറയുന്നവർ ഒന്ന് ഓർക്കുക, എന്ത് കണ്ടിട്ടാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു വീട് പണിയുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കല്യാണത്തിൽ മൊത്തം ചിലവല്ല അദ്ദേഹം എടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് സ്വർണം കൊടുത്ത് സഹായിക്കുമായിരിക്കും, അല്ലെങ്കിൽ വീട് ഒരു പകുതി വഴിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗം അച്ചായൻ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് അച്ചായൻ ചെയ്തു വരുന്നത്. എവിടെയും അദ്ദേഹം ഞാൻ മുഴുവനായിട്ട് ചെയ്തു കൊടുത്തു, മുഴുവനായിട്ട് ഞാൻ അവരുടെ ഇത് ഏറ്റെടുത്തു എന്ന് പുള്ളിക്കാരൻ എവിടെയും പറയുന്നില്ല. ഞാൻ വീട് പണി പൂർത്തീകരിച്ചു കൊടുത്തു, ഈ പകുതി ഇതിലായത് പൂർത്തീകരിച്ചു കൊടുത്തു. ആ ഒരു രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ പൂർത്തീകരിച്ചു കൊടുത്തു, അല്ലാതെ ഞാൻ എല്ലാതും ചെയ്തു കൊടുത്തു എന്നൊന്നും എവിടെയും പറയുന്നില്ല. ഇപ്പം നമ്മളൊരു വീട് പണി പാതി വഴിയിലാകണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്ത് അത് മുഴുമിക്കാൻ സാധ്യമല്ല എങ്കിൽ നമുക്ക് ഒരാൾ വന്നിട്ട് ഒരു 4 ലക്ഷം 3 ലക്ഷം തന്നു കഴിഞ്ഞാൽ നമുക്കത് തീരും, ആ വീട് പണി തീരും. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത് ചിലപ്പോൾ കല്യാണ ചെലവും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും. ചിലപ്പോൾ സ്വർണ്ണം എടുക്കാനുള്ള സിറ്റുവേഷൻ അവസ്ഥ നമ്മുടെ അങ്ങനെയല്ലായിരിക്കും. അപ്പോൾ അത് ആരെങ്കിലും വന്ന് നമുക്ക് ആ ഒരു സ്വർണ്ണോ അല്ലെങ്കിൽ ആ ഒരു പണമോ നമുക്ക് തന്ന് സഹായിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള സഹായങ്ങളാണ് അദ്ദേഹം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അച്ചായനെ കുറ്റം പറയുന്നതും ചളിവാരി തേക്കുന്നവരും ഒന്ന് മനസ്സിലാക്കുക, അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഈ പറയുന്നത് നമ്മൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനുപരി അദ്ദേഹം എത്രയോ ആളുകളെ സഹായിക്കുന്നുണ്ട്, എത്രയോ പാവങ്ങൾക്ക് ഒരു അത്താണിയാകുന്നുണ്ട്. ഇപ്പോൾ പാവങ്ങളായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വീടുണ്ടാകും, ചിലപ്പോൾ ആ വീട്ടിൽ കഞ്ഞി വെക്കാൻ പോലും അരിയോ ഒരു മണി അരി ഉണ്ടാവില്ല. അദ്ദേഹം ആ അരിയും സാധനങ്ങളാണ് അവിടെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുപോലത്തെ പല വീടുകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വീട് ഒരു ചായ്പ് പോലത്തെ ഒരു വീടായിരിക്കും. അതിന് ഇപ്പോൾ ഒരു ചെറിയൊരു വീട്, ആ ചായ്പിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു റൂമോ അല്ലെങ്കിൽ 2 റൂമോ ആണ് അദ്ദേഹം എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുൾ അദ്ദേഹം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അത് പൂർത്തീകരിക്കും, ആ ഒരു വീട് പൂർത്തിയാവും. അങ്ങനെയാണ് അദ്ദേഹം സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഇതായിട്ടുള്ള വീടുകളൊക്കെ ആണെങ്കിൽ പഞ്ചായത്തുകാർ ചെയ്തു, പഞ്ചായത്തിൽ നിന്ന് നമുക്ക് പൈസ ലഭിച്ചാലും അത് നമുക്ക് മുഴുവനായിട്ട് ചിലപ്പോൾ ആ ഒരു വീട് പണി തീരണമെന്നില്ല. ഒരു 4-5 ആളുകളൊക്കെ താമസിക്കുന്ന വീടാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഇതായിട്ടുള്ള വീടാണെങ്കിൽ നമുക്കത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് അത് തീരണമെന്നില്ല. അപ്പം നമുക്ക് പാതി വഴിക്ക് നമ്മൾ അവിടെ ഇടും. ചിലപ്പോൾ തറയെ കെട്ടി ചുമരും കെട്ടിക്കഴിഞ്ഞ് പിന്നെ വാർക്കാനും ഇതിനും പറ്റാത്തൊരവസ്ഥയായിരിക്കും. അങ്ങനെ അച്ചായൻ വന്നിട്ട് സഹായിക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പം അങ്ങനെ അച്ചായൻ്റെ പേര് പറഞ്ഞു ഇപ്പം നമ്മൾ പാതി വഴിക്ക് മുടങ്ങിയത് ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ആൾ തന്നെ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ആൾ തന്നെയാണ് നമുക്ക് ദൈവം. അപ്പോൾ ആ പാവങ്ങൾ ആ അച്ചായൻ്റെ പേരാണ് പറയുന്നത്. അതിനാണ്
ഒരു പറ്റം ആളുകൾ അദ്ദേഹത്തെ ഇങ്ങനെ കൊത്തിവലിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങളൊന്നും നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ചാരിറ്റി അദ്ദേഹം തുടർന്ന് കൊണ്ടുപോകട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുക, അദ്ദേഹത്തെ കുറ്റം പറയാതിരിക്കുക. അദ്ദേഹം എന്ത് തന്നെ എന്ത് തന്നെ ചെയ്യുവാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും എങ്ങനത്തെ മനുഷ്യനാണെങ്കിലും അദ്ദേഹം ആളുകൾക്ക്, പാവങ്ങൾക്കൊരു അത്താണി തന്നെയാണ്. അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. പല ഉസ്താക്കന്മാർക്ക് തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക, മാക്സിമം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. അല്ല ആരും കുറ്റം പറഞ്ഞ് കൊത്തി വലിക്കാതിരിക്കുക. ഈ ഒരു അവസരത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത്. ഞാൻ ഒരുപാട് ഷോർട്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരുപാട് ആളുകൾ അച്ചായനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകൾ കണ്ടു. എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇങ്ങനെയൊക്കെ കൊത്തി കീറുന്ന സമയത്തും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനുണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടി നല്ലത് പറയാനുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി സത്യം പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. അദ്ദേഹത്തിന് ആകുന്നത് പോലെ അദ്ദേഹം ചാരിറ്റി ചെയ്യട്ടെ. ചാരിറ്റിയുടെ മറവിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ, പല പെൺകുട്ടികളും ഇപ്പോൾ രംഗത്ത് വരുന്നത്. നമ്മളായിട്ട് നിൽക്കുക. നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മുടെ ഇതിൽ വരില്ല, നമ്മുടെ അതിലേക്ക് വരില്ല. നമ്മുടെ അടുത്ത് ആരെങ്കിലും മോശമായിട്ട് പറയുമ്പോൾ നമ്മളൊന്ന് ചാഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ ഇതാകും. അതിപ്പോൾ ഏത് മഹത് വ്യക്തികളാണെങ്കിലും ശരി. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അച്ചായനിക്ക് സംഭവിച്ചിട്ടുണ്ടാകും, അത് വെച്ചിട്ടായിരിക്കാം ഈ പെൺകുട്ടികൾ അദ്ദേഹത്തെ ഇങ്ങനെ കൊത്തിവലിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തെ പോലെ ഹെൽപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അദ്ദേഹം ആ ഹെൽപ്പുകളും ചാരിറ്റികളുമായിട്ട് മുന്നോട്ട് പോട്ടെ, അദ്ദേഹത്തെ കുറ്റം പറയാതിരിക്കുക. നമ്മളെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ മൗനം പാലിച്ച് മിണ്ടാതിരിക്കുക. അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അച്ചായനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.